Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു പലഹാരം എണ്ണയിൽ പൊരിച്ചെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കാണിക്കുന്നത്. അതിനനുസരിച്ചാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലഹാരം തയ്യാറാക്കി കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ നിന്നൊരു പകുതിയോളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കി 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവ് നമുക്ക് ഈ ഒരു മാവ് ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കിയെടുക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 1 കപ്പിൽ നിന്ന് കുറച്ച് കുറവായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു പരുവം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ കേക്ക് ടീൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിലും തയ്യാറാക്കിയെടുക്കാം. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ ബൗൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. കേക്ക് ടീൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നേരമാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇതൊന്ന് തുറന്ന് നോക്കിയിരുന്നു. ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ കഴിക്കുന്ന സമയത്ത് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനും കൂടെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും. നമുക്കിത് കുക്കായൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് തന്നെ മതിയാവും ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്